ഹായ്, ഇതുപോലത്തെ പേപ്പർ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ. സോ അതിനുവേണ്ടി നീളം വീതിയും ഒരുപോലുള്ളൊരു പേപ്പർ ആദ്യം നമുക്ക് എടുക്കാം. അതിനുശേഷം പേപ്പറിന്റെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഒരേ സൈസിലുള്ള കോളം ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ സൈഡിന്റെയും ഓരോ ലൈൻസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു ബോക്സിന്റെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പോർഷൻസും ഇതുപോലെ ഗമ്മ് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് കറക്റ്റ് ടോപ്പ് പോർഷൻ മാത്രം ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ട ക്ലോഷർ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഒരു സ്കെയിൽ എടുത്ത് ഈ ബോക്സിന്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ മെഷർ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഇവിടെ 6 സെന്റിമീറ്റർ നീളം വീതിയുള്ള ഒരു ബോക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ അതിന്റെ കൂടെ ഞാൻ ഒരു എക്സ്ട്രാ 4 സെന്റിമീറ്ററും കൂടി ആഡ് ചെയ്തതിനു ശേഷം 10 സെന്റിമീറ്റർ നീളം വീതിയുള്ള ഒരു പേപ്പർ ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്കെയിൽ എടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത പേപ്പർ എടുത്തിട്ട് അതിന്റെ ഓരോ സൈഡിൽ നിന്നും 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതിലൂടെ ലൈൻസ് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ കോർണേഴ്സിലുള്ള ലൈൻസും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഈ സെന്റർ പോർഷൻ നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിനു ശേഷം പുറത്തുള്ള 4 കോർണേഴ്സിലും നമുക്ക് ഗം വെക്കാം. ഇനി ഗമ്മ ചെയ്ത പോർഷൻസ് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബോക്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ക്ലോഷർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സൈസുള്ള വേറൊരു കളർ പേപ്പർ എടുത്തതിനു ശേഷം ഈ ബോക്സിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സൈസിലുള്ളൊരു പേപ്പർ കൂടി എടുത്തതിനു ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഈ ബോക്സിന്റെ ടോപ്പിലായിട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. സോ നമ്മുടെ പേപ്പർ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.